പരിശുദ്ധമായ റമദാനിൽ പ്രത്യേകമായി പരിഗണിക്കേണ്ടതും ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതുമായ ഏറ്റവും വലിയൊരു വിഷയമാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ ധാരാളമായി നിഅമത്തുകൾ തന്നപ്പോൾ പടച്ചറബിന്റെ ആ ഖുർആനും അതുപോലെ മറ്റുള്ള ദീനിന്റെ വഴികൾ മുഴുവനും നാം മറന്നുപോവുകയും പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, സൗകര്യം കുറഞ്ഞ ഒരു കാലം. അതായത് നമ്മുടെ പണ്ടത്തെ വീടുകളൊന്നും, നമ്മുടെ പണ്ടത്തെ വീട്, പണ്ടത്തെ പള്ളി, മദ്രസ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. അന്ന് കറണ്ട് ഇല്ലാത്ത ഒരു കാലമായിരുന്നു, കറണ്ട് ഇല്ലാത്ത കാലം. പിന്നെ വീട് വെളിച്ചമാകണമെങ്കിൽ സിമിനിയോ ലാമ്പോ അതുപോലെയുള്ള തിരി കത്തിച്ചുകൊണ്ട് വീട് പ്രകാശിപ്പിച്ചിരുന്ന ഒരു കാലം. സൗകര്യം കുറഞ്ഞ കാലം, തീരെ സൗകര്യമില്ല. പക്ഷെ അന്നത്തെ ആ കാലത്ത് ഈ ചിമിനി കത്തിച്ചുകൊണ്ട് അന്നത്തെ ഉമ്മമാരും ഉപ്പമാരും ധാരാളം പരിശുദ്ധമായ ഖുർആൻ ഖത്മോദി തീർത്തവരാണ്. ആ വെളിച്ചം ഉപയോഗിച്ച് പണ്ടത്തെ ആ പള്ളി ഇന്ന് ധാരാളമായി ലൈറ്റിങ്ങോട് കൂടി ലൈറ്റ് ഇല്ലാത്ത വീടില്ല. വീടിന്റെ അലങ്കാരം തന്നെ ഇന്ന് ലൈറ്റ് ആണ്, ബ്രൈറ്റ് ആണ്, അല്ലെ? ധാരാളം ലൈറ്റ്. ഒരു മുറിയിൽ തന്നെ 10, 30, 40ഓളം. അതില്ലെങ്കിൽ ഇന്ന് വരില്ല. വരന്റെ ആ ഒരു ഭംഗിക്ക് ഭയങ്കരമായ ഒരു കുറവാണ്, അല്ലെ? ഇത്രയൊക്കെയും സൗകര്യങ്ങളും വെളിച്ചങ്ങളും ഉണ്ടായിട്ട് പോലും അന്നത്തെ ഉമ്മമാർ ചിമിരി വെച്ച് ഓതിയിരുന്ന ആ പരിശുദ്ധമായ ഖുർആനിന്റെ ഓത്തിന്റെ ഒരു ഭാഗം പോലും ഞമ്മത്ത് കൂടിയപ്പോൾ നാം അള്ളാഹുവിന്റെ വഴി മറന്നുപോയത്. പണ്ടത്തെ വീട് എന്ന് പറഞ്ഞാൽ ആ മുടിയും സ്വാഗതം പറയും, മുടി സ്വാഗതം. അല്ലെ, പണ്ട് ഒരു ഓടിന്റെ ഒരു വീടുണ്ടായാലും ഭയങ്കര വീടാണ്. എന്റെ ഭാര്യന്റെ, എന്റെ കാക്കന്റെ, ജ്യേഷ്ഠന്റെ അവർക്ക് ഇന്നും പേരെന്തറിയോ? കർണാടക അഞ്ചിമന വീട്, ഓടുന്ന കർണാടകത്തിൽ ഓടിന്റെ പറയണം. അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന ഓടിന്റെ വീടാണ്. പക്ഷെ അന്നത്തെ ആ പേര് ഇന്നും അതെല്ലാം പോയി. ഇപ്പൊ പുതിയതായി പേര് അതന്നെ ഇപ്പൊ ബാക്കിയാണ്. എന്താ കാരണം? അന്നത്തെ ആ ഓടിന്റെ പറയാൻ പറഞ്ഞ ഭയങ്കര പറയാം. പക്ഷെ അതുപോലും ആളുകൾക്കില്ല. മൊഴിയും മറ്റുള്ള സോകയും ഒക്കെയും ഉണ്ടാക്കിയ വീടുകൾ. ആ വീടിന്റെ ഉള്ളിൽ അന്നത്തെ ഉമ്മമാർ നിസ്കരിച്ചിരുന്ന തഹജ്ജുദ് നിസ്കാരത്തിന്റെ എണ്ണങ്ങളും ഇന്നത്തെ പുതിയ വീടുകളിൽ ഇല്ലാതെയായത്. കാരണം നിയമത്തുകൂടി നമ്മുടെ പണ്ടിന്റെ ഉള്ളിൽ നോക്കി വെച്ച ഫാൻ, ബൗളിൽ ചുവറിന് ഫാന്, പിന്നെ ഇതില്ലെങ്കിൽ പറ്റുമോ? ആരെങ്കിലും മൊബൈലിൽ നീങ്ങാൻ പറ്റുമ്പോ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി. അതിനേക്കാൾ ഒരു വിരാന്തല്ലേ ഒരു നിസ്കാരത്തിൽ ഒരു റാത്തുണ്ട്. ചിന്തിച്ചോ, ഈ ഫാനിന്റെ ഒരു റാത്തുണ്ട്. ഇത് സാധാരണ ഉപയോഗിക്കലില്ല. അപ്പൊ ഇതിട്ടെങ്കിൽ നമുക്ക് ഇത് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സൗണ്ടിൽ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഈ മൈക്കൽ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഇത് ഇട്ടത് കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ വേറെ സൗണ്ട് എടുക്കണം. മഴ വന്നതിനേക്കാൾ അപ്പുറത്തെ സൗണ്ട് പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ അവസ്ഥ സൗകര്യം ധാരാളമായി കൂടി. പണ്ട് ഫാനുണ്ട, ആരെങ്കിലും പോയിട്ട് പണ്ട് ഫാനുണ്ട, പണ്ടത്തെ പണ്ട് ഫാനുണ്ട്, ഏതൊക്കെ ഫാൻ കിട്ടും? കറണ്ട് വേണ്ട എന്ത് അവസ്ഥയാണ്? നിയമത്തിൽ ധാരാളമായി കൂടിയപ്പോ അള്ളാഹുവിന്റെ വഴിയിൽ നിന്നിട്ട് നാം പിന്മാറി. ഇന്നത്തെ വലിയ വലിയ പത്രാസ് വീടുകൾ, ആദ്യത്തുള്ള വീടുകൾ എവിടെയാണ്? ഖുർആനത്തുള്ള വീടുകൾ എവിടെയാണ്? എന്താ കാരണം നിയമത്ത് കൂടിയെന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ടെന്നറിയോ? ഖുർആനിന്റെ ആയത്താണ്. ഖുർആനിൽ അള്ളാഹിനെ വിളിച്ചു പറയാം, പടച്ചോനെ ഇന്ന ഖൗമി, എന്റെ ആളുകളുണ്ടല്ലോ, പടച്ചോനെ എന്റെ ആളുകൾ, എന്റെ സമുദായം എന്നെ കൈവിട്ടു പോയി പടച്ചോനെ. അതുകൊണ്ട് അവരെ നീ വെറുതെ വിടരുത്. ഖുർആൻ പറയാം, ഇന്ന് നാം അങ്ങനെയല്ല. നമ്മുടെ വീട് കുടികൂടുന്ന സമയത്ത് നല്ല സുന്ദരമായ ഗൾഫിന്റെ അച്ചടിയുള്ള ഒരു പുസ്തകം കൊണ്ടുപോയി വീടിന്റെ ഉള്ളിൽ വെക്കും. അത് നിങ്ങൾ തുറന്ന് ഓടാറുണ്ടോ? ഞാൻ അതിന് തുറന്ന് നോക്കാറുണ്ടോ? അതിന് ഓടാറുണ്ടോ? അതിങ്ങനെ പൊന്നി സൂക്ഷിച്ചതുപോലെ സൂക്ഷിക്കാനുള്ള നല്ല മ്യൂസിയമിൽ വെക്കാൻ ഉള്ളതല്ല ഖുർആൻ ഓടാനുള്ളത്. എത്ര വാദം പറഞ്ഞിട്ട് നമുക്ക് ഖുർആൻ ഒന്ന് തുറന്നു നോക്കാനും ഒരു മനസ്സില്ല. അങ്ങനെ വെച്ച് അതിന്റെ അവസാനം ആ വീട്ടിലുള്ള ഖുർആൻ എപ്പോ ഞാൻ എടുക്കണറിയോ? നമ്മുടെ പള്ളിയുടെ കപ്പാട്ടിയുള്ള ഖുർആൻ ഉപയോഗിക്കുന്ന എപ്പോഴറിയോ? നമ്മൾ ഉപ്പ വലിക്കണോ? വലിച്ചെങ്ങനെ മയ്യത്ത് ഓടാൻ, മയ്യത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് ഓടാൻ ഖുർആൻ കൊണ്ടുപോകും. എന്നിട്ട് വീട്ടിലുള്ള ഖുർആൻ ഓടുന്നതായ സ്വന്തം മോനല്ല, ഏതെങ്കിലും മുത്താലിമീനെ കൊണ്ടാക്കയെ ഉസ്താദിനെ വിളിച്ചിട്ടാണ് ഖുർആൻ ഓദിക്കുന്നത്. അല്ലെ, എന്തൊരു ദാരിദ്ര്യമാണ്! സ്വന്തം ഉപ്പ മരിച്ചപ്പോ പോലും വീട്ടിലുള്ള ഖുർആൻ എടുത്ത് എന്റെ ഉപ്പയല്ലേ, എനിക്ക് വേണ്ടി ജീവിതം തന്ന ആളല്ലേ, ഖുർആൻ പഠിപ്പിച്ച ആളല്ലേ, ആ ഉപ്പാന്റെ അടുത്ത് നിന്നിട്ട് ഞാനൊരു ഖത്ം ഓതി തീർക്കട്ടെ എന്ന മനസ്സോട് ഖുർആൻ ഓതുന്ന മക്കളുണ്ടോ? ആരെങ്കിലും കൂടെ ഒരു സ്ഥാപനമുണ്ടോ? റമദാന്റെ സമയത്ത് വെച്ച ഭയങ്കര വേദമാണ്. റമദാന്റെ സമയത്ത് അധികാരം പള്ളി തർച്ചില്ല, സ്ഥാപനയുടെ കൂട്ടി ആര് ഓതുന്നത്? ഓതണം, നീ ഓതണോ? നിന്റെ ഒപ്പം വെച്ചപ്പോ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഓടാനല്ല. മയ്യത്തിസ്കരിക്കുമ്പോൾ മാത്രമേ ഞാൻ നിസ്കരിക്കാം. അപ്പൊ ഭയങ്കര മോഹൻ. എന്തൊരു കാലങ്ങളാണ് അങ്ങനെയുണ്ട. മയ്യത്തിസ്കാരത്തിന് മോഹനാഥ് നല്ല സ്വാധീനങ്ങൾ ഉണ്ടായാൽ സ്വാധീനങ്ങൾ കിട്ടണം. അതാണ് മര്യാദ. സ്വാധീനങ്ങൾ ആരെങ്കിലും വലിയ വലിയ ആളുകൾ ഉണ്ടായാൽ ഓരോ പറവില്ല, സുന്നത്തുമില്ല. ഉപ്പ വെച്ച പോലും ഞാൻ മോനെ ഞാൻ നിസ്കരിക്കാം. നിസ്കാരത്തിന്റെ മയ്യത്തിസ്കാരത്തിന്റെ വർണ്ണയോ ശബ്ദമയോ
ഖുർആൻ ഫാത്തിഹ സഹിക്കും ആ മഹല്ലത്തിൽ ഓടാനറിയോ ഒന്നില്ല എന്റെ ഉപ്പ ഞാനിക്കാം ഉപ്പൊക്കെ വയ്യ നിസ്കാരത്തിനോട് മാത്രമല്ല ബാധ്യത ഉപ്പ മരിച്ചാൽ ആ മരിച്ച സ്ഥലത്ത് ഒരു ഖുർആൻ ഓതണോ അതാണ് ഏറ്റവും വലിയ മര്യാദ അതില്ല ആരെങ്കിലും ഓതുമ്പോ ഓനും ഫാത്തിഹ പഠിക്കുമ്പോ ഓൻ പോകും ചെയ്താലും പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് വൈദ്യന്റെ ഉപ്പനോട് അൽഫാത്തിഹ എന്ന് പറയുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ ശൈത്താനൊന്നും വായിന്ന് പറയുന്നത് അതാണ് ഖുർആൻ ഇങ്ങനെ തുടങ്ങുമ്പോ ഓമ്പോ വന്നു ഓനാണ് ഭയങ്കര ചങ്ങന്മാരോട് ഒരു വിഷയം അതാണ് കാലം എന്റെ വീട്ടിൽ വെച്ച പരിശുദ്ധമായ ഖുർആൻ ഉപ്പ വഹിക്കുന്നത് പോലെ എടുത്തു വെക്കും എന്നിട്ട് ഉപ്പ വഹിച്ചാലോ നീ ഓതൂല ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ആ ഖുർആനെ എടുത്ത് ഓദിക്കും ഇതാണ് ഏറ്റവും മനുഷ്യനിക്ക് ബാധിച്ച ദാരിദ്ര്യം പറഞ്ഞ നിയമത്ത് കൂടിയപ്പോ അള്ളാഹുവിന്റെ വലിയ തൊട്ട് നാം ആയിരിക്കുക ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഖുർആൻ മഹാനായ ഇസ്മായിൽ ഈ ആയത്തിന്റെ തഫ്സീറുമായി പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ ചില ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യുമ്പോൾ ചില ആളുകൾക്കെതിരായി ഖുർആൻ ശബ്ദിക്കും അതായ ഖുർആൻ എടുത്തുകൊണ്ട് വന്നിട്ട് കപ്പാട്ടിൽ വെച്ച ആളുകൾ മ്യൂസിയത്തിൽ വെച്ച ആളുകൾ പള്ളിക്ക് പോയി ഖുർആൻ ഒഫാക്കും പലരും ഗൾഫിന് വരുമ്പോ അച്ഛന് വരുമ്പോ കൊണ്ടുവന്നിട്ട് വെക്കും എന്നിട്ടോ അതിന് ഒരു പ്രാവശ്യം പോലും എടുത്തു നോക്കൂല ആരാ ഓതാൻ വേണ്ടി കൊണ്ടുവന്നു ഖുർആൻ ഓതൽ മാത്രമല്ല സുന്നത്ത് ഖുർആൻ നോക്കൽ സുന്നത്തന്നെ കുടിക്കൽ സുന്നത്തന്നെ നീ കൊണ്ടുവന്ന ഖുർആൻ എന്തുകൊണ്ട് നിനക്ക് ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ പോട്ടെ ഖുർആൻ അല്ലെങ്കിൽ റമദാനിന്റെ ഒരു പുണ്യമായ ഒരു ദിവസം ആ ഖുർആൻ എടുത്ത് ഒന്ന് ചുംബിച്ചു വെച്ചൂടെ ആ ഖുർആൻ എത്ര സന്തോഷിക്കും എന്നാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ വലിയ തൊട്ട് മറന്നു പോകും ഒരുപാട് പറയാനുണ്ട് ഖുർആന്റെ മാസം ഇവന്റെ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടുപോയ പോലെ പറഞ്ഞ ഉസ്താദ് പഠിച്ച് ഇതെങ്കിലും പഠിച്ച് ഞാൻ നോക്കായപ്പോൾ എന്തെങ്കിലും ഒരു മെമ്പർ കൂടിയാ കൂടെ അതിന് പറഞ്ഞു ഞമ്മ പണ്ട് ഉസ്താദ് പണ്ട് വന്നൊരു വേറെ പള്ളിയിൽ ഇന്ന് ചീത്തിക്കാപ്പിന്റെ നീയത്തോടെ ഇരുന്നിട്ട് ഓതൽ അതൊന്ന് വേറല്ലേ പള്ളിയിലുള്ള ഉസ്താദ് നമുക്ക് വെച്ചത് നമ്മുടെ ഉമ്മമാർ വന്നിട്ട് ഓതും പള്ളിയുടെ പെണ്ണുങ്ങൾ വന്നിട്ട് ഓടാനുള്ളതല്ലോ എത്ര ഉസ്താദുകൾ റമദാനിന്റെ ദിവസത്തിൽ പോലും തൊട്ടു നോക്കാത്ത ഉസ്താദുകൾ എത്ര ആളുകൾ അതെല്ലാവരും ഒന്ന് ഇങ്ങനെ കുത്തിങ്ങനെ കുറിച്ച് പോയാലും ആ ഖുർആനത്തിൽ സന്തോഷിക്കും ഇപ്പോൾ പള്ളിക്കത്തെ വർക്കത്തുണ്ടാവും അള്ളാഹു താഴെ നോക്കിയിരിക്കുക പ്രച്ചവനെ അവർ പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കാൻ ആദരിക്കാനും ബോധാനും ആ ഖുർആൻ കാരണമായി അള്ളാഹിനെ വേണ്ടി രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദിവസം കാറ്റിയായ ഒരു ഉമ്മ നമ്മുടെ നോമ്പുകാർക്ക് വേണ്ടി ഒരു 10 കിലോ പഞ്ചസാര കണ്ണിന്റെ കാഴ്ച തീരെ നഷ്ടപ്പെട്ടു പോയ അമ്മയെ ഉമ്മക്ക് നീ ആഫിയത്ത് നൽകുക. നഷ്ടപ്പെട്ടു പോയ കണ്ണിന്റെ കാഴ്ച അതുപോലെ ശാരീരികമായ ആഫിയത്തുകൾ മുഴുവനും നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ പഞ്ചസാരയും ഓരോ ദിവസങ്ങളിൽ നോമ്പുകാർക്ക് വേണ്ടി പല രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഇവിടെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഇവിടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് സ്വർഗീയ ഭക്ഷണങ്ങൾ പാനീയങ്ങളും അവരിൽ വെച്ച് നീ നൽകണേ അല്ലാഹ്. പടച്ചോനെ അല്ലാഹ് നിന്റെ പള്ളിയുടെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്ന അല്ലാഹ് പടച്ചോനെ അത് വിജയിപ്പിക്കേണ്ടത് അല്ലാഹ് ആളുകളുടെ മനസ്സിൽ അത് തോന്നിപ്പിക്കേണ്ടത് നീയാണ് പടച്ചോനെ. ഇന്ന് വരെ നമ്മുടെ പള്ളി ഈ പള്ളി നാട് മുഴുവനും വലിയ സന്തോഷവും വലിയ ആളുകൾക്ക് ആവേശവുമുള്ള പള്ളിയാണ്. ഇതിന്റെ വർക്കത്തും ഇതിന്റെ സന്തോഷവും എപ്പോഴും നീ നിലനിർത്തണേ അല്ലാഹ്. ഇതിന് വേണ്ട സൗകര്യങ്ങൾ സമ്പത്തുകൾ ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നീ അടുപ്പിക്കണേ അല്ലാഹ്. ഇന്നുവരെ ആരൊക്കെ ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ടോ നീ സഹായിക്കണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ ഓരോരുത്തരും പലവിധ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ്. നിന്റെ ഖുർആനിന്റെ ബർക്കത്തുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും നീ തീർത്തു തരണേ അല്ലാഹ്. റബ്ബേ നാളത്തോടുകൂടി പരിശുദ്ധമായ റമദാനിന്റെ റഹ്മത്ത് നമ്മിൽ നിന്ന് വിട്ടുപിരിയുകയാണല്ലോ യാ അല്ലാഹ്. ആ റഹ്മത്ത് കൈപറ്റുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നമ്മുടെ കുടുംബത്തിൽ നിന്നും മറ്റും മരിച്ചുപോയ ആളുകൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് നിന്റെ വിരുന്നുകാരായി വന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. ആഫിയത്ത് നൽകുക, ആരോഗ്യം നൽകുക. 45 ലക്ഷത്തിലധികം ആളുകൾ അവന്റെ മുറ്റത്തിൽ ഒരുമിച്ച് കൂടിയതാണല്ലോ. അത്രയും ആളുകൾ കൂടുമ്പോ പടച്ചോനെ നമ്മുടെ നാട്ടുകാര് നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകുക. ചെയ്യുന്ന അമലുകൾ മുഴുവനും നീ കബൂലിയത്തുള്ളതാക്കണേ അല്ലാഹ്. നമുക്കും അവിടെ എത്താനുള്ള ഭാഗ്യം അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم يا ارحم الراحمين حسبنا الله ونعم الوكيل ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. صلى الله عليه